നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ടൂറിസം സീസൺ അവസാന ലാപ്പിലേക്ക് കടന്നു. ചൂടിന് കാഠിന്യം വർദ്ധിച്ചതോടെ കപ്പലുകളുടെ വരവ് നിലച്ചു. ഇതോടെ ഇത്തവണത്തെ ടൂറിസം സീസൺ വിരാമമാവുകയാണ്. നവംബറിൽ തുടങ്ങി മെയ് മാസത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് ടൂറിസം സീസണിന്റെ കാലഗണന. ഒമാനിലെ മെച്ചപ്പെട്ട കാലാവസ്ഥ രൂപപ്പെടുന്ന നവംബർ മാസം മുതലാണ് ടൂറിസം സീസൺ ആരംഭിക്കാറുള്ളത്. സന്ദർശകരുമായി കപ്പലുകൾ ധാരാളമായി എത്തിച്ചേരാറുള്ളതും നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ്. ചൂടിന് കാഠിന്യം വർദ്ധിക്കുന്നതോടെ കപ്പലുകൾ വരുന്നത് നിലയ്ക്കും. അതോടെ സീസണിന് വിരാമമാകും. സഞ്ചാരികളുമായി കപ്പലിൽ മത്ര പോർട്ടലിൽ ഇറങ്ങുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ടൂറിസം സീസൺ മുന്നോട്ട് പോകാറുള്ളത്. കപ്പലിലെത്തുന്ന സന്ദർശകർ നാട് ചുറ്റിക്കറങ്ങി നടക്കുന്നതോടൊപ്പം പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ധാരാളമായി വാങ്ങുകയും ചെയ്യുന്നതോടെയാണ് സീസൺ സജീവമാകുന്നത്. രാജാ രവിവർമ്മയുടെ 176-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഖത്തറിലെ വിദ്യാർത്ഥികൾക്കായി നോർവ ഖത്തർ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ആർട്ട് കോമ്പറ്റീഷൻ സീസൺ 2-ൽ അണിനിരുന്നത് 1500-ൽ പരം കുരുന്നു പ്രതിഭകളാണ്. ബർവ വില്ലേജിലെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിൽ നടന്ന മത്സരത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. പൊടാർപേൾ സ്കൂളിനാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം MES ഇന്ത്യൻ സ്കൂളിനാണ്. കലയുടെ ലോകത്ത് പിച്ചവെച്ച് വളരുന്ന പ്രതിഭകൾക്ക് മുന്നിൽ വിശാലമായ ക്യാൻവാസ് തുറന്നു നൽകിയിരിക്കുകയാണ് ഖത്തർ മ്യൂസിയം. തങ്ങളുടെ താൽക്കാലിക പബ്ലിക് ആർട്ടിൽ പങ്കെടുത്ത് പ്രതിഭയെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കുമെന്ന് ഖത്തർ മ്യൂസിയം അധികൃതർ അറിയിച്ചു. പബ്ലിക് ആർട്ട് പ്രോഗ്രാം വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന തുടക്കക്കാരായ കലാകാരന്മാർക്ക് തിരഞ്ഞെടുത്ത കലാസൃഷ്ടികൾ ലിവാൻ ഡിസൈൻ സ്റ്റുഡിയോ ആൻഡ് ലാബിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യാം. വളരുന്ന കലാകാരന്മാർക്ക് പ്രോത്സാഹനവും സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യുക എന്ന ഖത്തർ മ്യൂസിയത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് ഖത്തർ മ്യൂസിയം പബ്ലിക് ആർട്ട് വിഭാഗം മേധാവി അബ്ദുള്ള റഹ്മാൻ അൽ ഇസ്ഹാഖ് പറഞ്ഞു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും, ഇതേ സമയം. നമസ്കാരം.